മേലിൽ കുമ്പനിടി കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുകൊടി കൊടിപാറുമ്പോൾ കതിരവിടി അക്കിടി തക്കിടി കൂട്ടയിടി കൊമ്പിന് മേലിൽ കുമ്പനിടി കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുകൊടി കൊടിപാറുമ്പോൾ കതിരവിടി അക്കിടി തക്കിടി കൂട്ടയിടി കൊമ്പിന് മേലിൽ കുമ്പനിടി കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുകൊടി കൊടിപാറുമ്പോൾ കതിരവിടി. നിർത്ത്. എന്താ അറിവ് ഇത്? അതെ, ഇത് രാഷ്ട്രീയ പ്രശ്നം അല്ലല്ലോ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. ആർബി, ഇതൊരു കാര്യാലയമാണ്. നിങ്ങൾ വെറുതെ വിഷയം ഉണ്ടാക്കരുത്. ഇതെന്ത് പരിപാടിയാണ് ആർബി? നിങ്ങളുടെ കമ്മിറ്റി ഓഫീസിലാണ് ഈ പരിപാടി നടക്കുന്നത്. എന്തായാലും നമുക്ക് സംസാരിക്കാം. പറഞ്ഞു പരിഹരിച്ചുകൂടെ? ലോകമഹായുധം വരെ നമ്മൾ പറഞ്ഞു തീർക്കുന്നുണ്ട്, പിന്നെയാണ് ഈ കുടുംബകലഹം. നയന്ദ്ര തമാശ കളിയല്ല. ഞങ്ങളുടെ പെങ്കുച്ചിനെ രാവിലെ മുതൽ കാണാനില്ല. എന്റെ ഏറ്റപ്പന്റെ മോളാണ്. അതിന് അവരൊന്നും അറിയില്ലാതെ പറഞ്ഞ സഖാവ്. പിന്നെന്താ? എന്തായാലും ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം വെക്കാൻ പറ്റില്ല സഖാവേ. ഇതൊരു കാര്യാലയമല്ലേ, കുറച്ച് ബഹുമാനം കാണിക്കും. സതീശി മിണ്ടാതിരി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ആർബി വാ, അകത്തിരുന്ന് സംസാരിക്കാം. ആ കുട്ടിയുടെ അച്ഛനെയും വിളിച്ചോ. നയന്ദ്ര, മാനസികമായിട്ടും അല്ലാതെയും എനിക്ക് അകത്ത് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ട, അകത്തിരിക്കണ്ട, നമുക്ക് പുറത്തിരിക്കാം. വാ. മുൻവശത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, റോഡാണ്, പുറത്ത് ആള് കൂടും. നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. എന്തേ മക്കളെ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടോ? ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾ ഓട്ടോയിൽ വന്ന് 4 പേര്. ഞങ്ങൾ 4 ആള്. ആ ആർബി വാ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 4 പേരെയും കൂട്ടിക്കോ. വാന്നേ, എല്ലാം ശരിയാകും. വാന്നേ. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടും. ഇത് ഞങ്ങളുടെ അണ്ണൻ, ഞങ്ങളുടെ അച്ഛന്റെ കൂട്ടുകാരനാണെന്ന്. ആരാണെങ്കിൽ ലൗഡ് സ്പീക്കർ ഉണ്ടാക്കിയാൽ മതി. നയന്ദ്ര മര്യാദയ്ക്ക് എന്നോട് ഫോൺ എടുക്കാൻ പറ, അല്ലെ പിള്ളേര് കൈവെക്കും. ഇവനോട് അതേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. ഇവിടെ മര്യാദക്കാണ് സംസാരിക്കണത്. ഇത് എടുക്കണോ വേണ്ടയോ? ഹലോ രാമേട്ടാ, പറ. ആ, നീ എവിടാടാ മക്കളെ? അതെ, നീ ഒരു പെങ്കൊച്ചുമായിട്ട് മുങ്ങിയെന്നൊക്കെ കേട്ടല്ലോ. എവിടാ? ഇവന്മാർക്കെല്ലാം അറിയാം, അവൻ ഫഹദ് ഫാസിൽ കളിക്കുന്നുണ്ട്. പിന്നെ വെറുതെ അണ്ണനെ ടെൻഷൻ എടുപ്പിക്കല്ലേ ഏട്ടാ മക്കളെ. എന്താ മിണ്ടാത്തെ? നിങ്ങൾ 2 പേരും എവിടാ? 2 പേരുടെ പ്രേമിച്ചോണ്ടിരിക്കായിരിക്കും അല്ലേ? പറയടാ എന്നോട്. പറയടാ, എന്താണേലും എന്നോട് തുറന്നു പറ. എവിടാ? രാമേട്ടാ, ഞാനിവിടെ ചേർത്തലേ തന്നെ ഉണ്ട്, BRSന്റെ കാര്യാലയത്തില്. ഈ പെണ്ണ് എവിടെ? നിന്റെ പൊന്ന് രാമേട്ടാ, എനിക്കറിയത്തില്ല സത്യം. കാര്യാലയത്തിൽ? അതൊന്ന് കാര്യാലയത്തിൽ? എടാ, ഞാൻ അറിഞ്ഞത് വെച്ചാ പെങ്കൊച്ചത്ര വെടിപ്പല്ല കേട്ടോ, നോക്കാന്ന് അറിഞ്ഞേ. എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം വീട്ടിൽ നിന്നും പൊട്ടിമുളച്ചൊരു കൊച്ചു കലഹം. അയ്യോ അയ്യോ അമ്മമ്മോ. ബിനുണ പണി പാളിയിട്ടുണ്ട്. ഇവിടെ അടി നടക്കൂ. എന്റെ കയ്യിൽ നിൽക്കില്ലേട്ടാ. എന്താ കാര്യമൊന്നും അറിയില്ല. ഉച്ച കഴിഞ്ഞ് ഹർത്താലായിരിക്കും. എന്തോ അടയുന്നു ചുമ്മാ. മംഗളേച്ചിയേ, പരിപാടിയൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇനിയിപ്പോ അത് ഉണങ്ങിയൊന്ന് ഉറക്കട്ടെ. അതെ, നമ്മുടെ വിശ്വംപ്രശാന്തി പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ. വീട്ടിലൊരു പെണ്ണ് വന്ന് കയറട്ടെ, എല്ലാം നന്നായിക്കോളും മംഗളേച്ചി. പിന്നെ വീട് നന്നാക്കാനാണല്ലോ പെണ്ണ് വന്ന് കയറണം. നീ പോയേ. ആള് കൂടിയിട്ടുണ്ടല്ലോ.
ഇവിടെ നിർത്ത് ഇവിടെ നിർത്ത് വേഗം വാ. അല്ല ഒന്ന് മാറി മാറി ഒന്ന് മാറി ഒന്ന് മാറി മാറി മാറി. ആ കാര്യമുണ്ട്. ലാൽസല സഖാവേ, ലാൽസല. കാക്കാലപ്പറമ്പല്ല കാക്കാലപ്പറമ്പിൽ. നമസ്കാരം. നമസ്തേ ജി. നമസ്തേ ജി. ദേ, ഇവിടെ ഒരു ഒപ്പിട്ടെ. അറിയാലോ, പരാതി കിട്ടാതെ നിങ്ങളുടെ പാർട്ടി ഇടപെടില്ലല്ലോ. ഓ ഇവിടെ താഴെ അതെ, അജി നമ്മുടെ സേനയിലുള്ള ആളാണോ? അതാരാണ്? എടോ, താൻ സേനയിലെ അംഗമാണോന്ന്? നാവികസേന, കരസേന, അങ്ങനത്തെ എടോ, താൻ BRS-ലെ അംഗമാണോന്ന്? അതിനെന്തിനാ തന്നെ അയ്യോ പറയുന്നത്? എന്താ അരവിന്ദ് ഇത്? അയ്യോ അത് അങ്ങനെ പറഞ്ഞല്ല. ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമുള്ള നേതാവേ. നേതാവാ? അതെ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഈ കാലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും ആ കുട്ടിയെ തടവിൽ പാർപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ. ചേട്ടൻ വിശ്വസിക്കണ്ട ചേട്ടാ, ഇതൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അന്വേഷിക്കാനും പറഞ്ഞില്ല പോരെ. നീ എവിടെ ഇരുന്നേ? ചേട്ടാ, ഇവൻ തന്നെ അറിയാം ഞങ്ങളുടെ കൊച്ചു എവിടെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കിട്ടണം. പെങ്കൊച്ചേട്ടാ, ചേട്ടന്റെ മോളെ കാണാതെ വേണമെങ്കിൽ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കും. ആ സംസാരിക്കും. എന്നിട്ട് വെറുതെ ന്യായം പറയുന്നു. താനാ സിറ്റി മോട്ടോഴ്സിലാണല്ലേ? ഇരിക്കനിയാ. അനിയൻ ആ കുട്ടിയായിട്ട് അടുപ്പത്തിലായിരുന്നു. നിങ്ങൾ സംസാരിക്കണം, ഞാൻ നോക്കാം. നിങ്ങൾ അരവിന്ദ് നോക്കിക്കോളൂ അത്. ശരി ശരി. ആ എത്ര വട്ടം ഞാൻ ചോദിച്ചില്ല, എന്നിട്ട് കള്ളം പറയുന്നോടാ. നീ ഇങ്ങനെ ഒന്ന് കരഞ്ഞാൽ നമുക്ക് ആരും നടക്കാം. അറിയോ, ഇങ്ങനെയുള്ള കരച്ചിലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള. വിജി എന്താടാ? ഒന്നുമില്ല. എടാ എന്താടാ എന്താടാ നിന്നെ തല്ലിയ? ഇല്ല, കുഴപ്പമില്ല. ആർബി നിങ്ങൾ ചെറുക്കനെ തല്ലിയോ? അരവിന്ദായത് ചുമ്മാ കളിയല്ല, ഞങ്ങളുടെ പെങ്കുച്ചനെ കാണാതെ പോയി കളിക്കേണ്ട കളിയാണോ? എടാ നിന്നെ തല്ലിയോന്ന്? ഒന്നടിച്ച്, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല സഖാവേ. തല്ലാൻ പാടില്ലായിരുന്നു. ഓ, എന്തിന്റെ പേരിലായാലും ഇതിന്റെ അകത്ത് വെച്ച് ആരും ചെറുക്കനെ ഒന്നും ചെയ്യാൻ പാടില്ല. തല്ലിയത് ഒട്ടും ശരിയായില്ല. അകത്തല്ലോ, പുറത്തല്ലേ. ഞാനിവിടെ പാർട്ടിക്കാരനായിട്ടല്ല വന്നേക്കുന്നത്. ഞങ്ങളുടെ പെങ്കുച്ചനെ ഇവനുണ്ടല്ലോ. ഇവൻ ഉടായിപ്പ അരവിന്ദ, റാണിമോളുടെ ചിറ്റപ്പൻ്റെ മോളാ. അറിയാം അരവിന്ദന്, അറിയാം അരവിന്ദ. രാവിലെ പാല് മേടിച്ചോണ്ട് വന്നപ്പോഴാ കൊച്ചിനെ കാണാനില്ലെന്ന് പറയുന്നത്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള റാണിമോള്. ഞങ്ങളുടെ കൊച്ചെവിടെയാന്ന് നിങ്ങൾക്ക് അറിയണം, അല്ലാതെ നിങ്ങൾ മറ്റേ പക്ഷം കൂടുതലേ ഉണ്ട്. ഒരു പക്ഷം ഇല്ല ആർബി. ഞാനൊന്ന് പറയട്ടെ അരവിന്ദ, അങ്ങനെ ഇടയക്കാറാതെ. ഞാൻ ഇവനെക്കുറിച്ച് കംപ്ലീറ്റ് തിരക്കി. കൊച്ചിൻ്റെ വിഷയത്തിൽ ഇവൻ്റെ പേര് കണ്ടതേ ഞാൻ റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെ ഇവൻ്റെ ഒക്കെ പൊക്കി. അതറിയോ, ഞാൻ ലോക്കൽ കമ്മിറ്റിയിലെ ശ്രീകുമാറിനെ വിളിച്ചു, അവിടുന്ന് ബ്രാഞ്ചിലെ ബിജുവിനെ വിളിച്ചു, പിന്നെ വാർഡ് മെമ്പർ ഇടിബിനുവിനെ വിളിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാ. ഇവന് നാട്ടിൽ വേറെ പ്രേമം ഉണ്ട് അരവിന്ദ. ഇല്ലടാ, നിനക്ക് വേറെ പ്രേമമില്ലേ? ഇല്ലടാ, പറടാ. ഇവൻ ഫ്രോഡാ ഇവൻ. ഇല്ലടാ, ഇവന് നാട്ടിൽ വേറെ പ്രേമമുണ്ട്. പറടാ, ഇല്ലേ? ആ, നാട്ടിലാ. അതാര്? ആരാടാ പറയടാ? കോവിച്ചേട്ടൻ്റെ ഇവൻ ഫ്രോഡാ, ഇവൻ നിൽക്കുന്ന കണ്ടില്ലേ? അല്ല, അത് പക്ഷെ സീരിയസ് ആയിട്ടൊന്നും അല്ല. സീരിയസ് അതിന് നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്താ കാര്യം? ഇത് ഇമോഷൻ ആകാതെ തന്നെ വെള്ളരിക്കപ്പെട്ട ഒരു പെൺകൊച്ചിനൊക്കെ കടത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാ നിങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പെരുമാറില്ല ആർബി. ഞാൻ നല്ല രീതിക്ക് പറയൂ. ഞാൻ ചീത്ത രീതിക്ക് പറയുവാ. അതെ, നിങ്ങളതിൽ ഉള്ളതല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. സഖാവ ചുമ്മാ രാഷ്ട്രീയം കലർത്തല്ലേ. ഇതൊരു ചെറുപ്പക്കാരന്റെ ഭാവിയുടെ പ്രശ്നം. എന്ത് ഭാവി? പെണ്ണിന് ഭാവിയില്ലേ? സത്യം പറയടാ. എടാ കൊച്ചനെ, ഞങ്ങളുടെ കൊച്ചാരുടെ രസത്തിലാ. കെട്ടാനാണ് എനിക്ക് കിട്ടിച്ചേരാ. പെണ്ണവിടെ എങ്ങനെയൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയാ കല്യാണ സാരി നിന്റെ ഷട്ടമുണ്ടൊക്കെ ഓട്ടോയിൽ വന്നേ? അറിയില്ല, ഇവനെ കെട്ടാനാണ് ഞാൻ ചുറ്റുപ്പനോട് സംസാരിക്കാം, അല്ലാതെ ഇവന്റെ അളവുകളി ഒന്നും ഇവിടെ നടക്കത്തില്ല. അല്ലേട്ടാ, അത് വേറെ കല്യാണം. സത്യം പറ, ഞങ്ങളുടെ കൊച്ചവിടെ പറഞ്ഞേ, ഞങ്ങളുടെ കൊച്ചവിടെ.